പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ദൈവം നല്ലവനും വല്ലഭനും വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. സ്തോത്രം. ആ ദൈവത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ദൈവസ്ഥലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. അല്പസമയം ധ്യാനിപ്പാൻ 105-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ്. രണ്ട് തലത്തിൽ ഇത് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ഒരുമിച്ചായിരിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആദ്യത്തെ വാക്കിതാണ്: എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത്. സ്തോത്രം. ആമേൻ. ദൈവം എക്കാലത്തും തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തൻ്റെ ജനത്തെ ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് പകലിലും ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യേ വെളിപ്പെടേണ്ടത്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സകല അഭിഷിക്തന്മാരെ കരുതുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട് കേട്ടോ, മറന്നു പോകേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകളെ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ വിടുതലും ആമേൻ അത് ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ദൈവവേദലെ ഇന്ന് പകൽക്കാലം അത് ആത്മാവിൽ തന്നെ വെളിപ്പെടുത്തി പറയുക: എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ സ്തോത്രം, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന, ദൈവത്തിൻ്റെ പ്രവൃത്തി അത് ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ അഭിഷിക്തന്മാരെ തൊടുവാൻ ഒരു വ്യക്തിയെയും ദൈവം അനുവദിക്കത്തില്ല എന്ന് തന്നെയാണ് സങ്കീർത്തന പ്രമാണിയായിരിക്കുന്ന ദാവീദ് വളരെ ശക്തമായിട്ട് വിളിച്ചു പറയുന്നത്. നമുക്കറിയാം, ദാവീദിൻ്റെ വാക്കുകളും ദാവീദിന് ദൈവം നൽകിയ കമനീയമായ ശുശ്രൂഷകളൊക്കെ വളരെ ശക്തമായി ദാവീദ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് വലിയ വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തു. അങ്ങനെയെങ്കിൽ ആമേൻ ഉൽപ്പത്തി പുസ്തകം 20-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 20-ാമത്തെ അധ്യായത്തിൻ്റെ ആമേൻ 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അവിടെ വിളിച്ചു പറയുന്നു. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്: നീ ഇത് ഹൃദയ പരമാർത്ഥതയോടെ ആമേൻ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയ പരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്ന കാര്യം ദൈവം അറിഞ്ഞിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇവിടെ ആമേൻ അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് ചെറിയ ചെറിയ വിഷമങ്ങൾ കടന്നു വന്നപ്പോൾ അവിടെ ദൈവം അവിടെ ഇറങ്ങുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാരണം ആമേൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന അബീമേലെക്ക്, ആമേൻ തൻ്റെ മുമ്പിൽ ആമേൻ സ്തോത്രം ആമേൻ നിൽക്കുന്ന സാറ, ഇരുവരെയും സൂക്ഷിക്കുന്ന, ഇരുവരെയും ജീവിതത്തിൽ ആമേൻ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ആമേൻ അബ്രഹാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് അബ്രഹാമിൻ്റെ വാക്ക് വളരെ ശക്തമായിട്ട് ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ മുഴങ്ങുകയാണ്. നോക്കി അടുത്ത് പറയുന്നത്: നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടഞ്ഞു, അതുകൊണ്ട് ആകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. സമ്മതിക്കത്തില്ല. സ്തോത്രം. കാരണം അബ്രഹാമിൻ്റെ ഭാര്യയായിരിക്കുന്ന സാറയെ നശിപ്പിച്ചു കളയാൻ ആമേൻ സ്തോത്രം അബീമേലെക്കും തൻ്റെ പടയാളികളുമായി പുറപ്പെടുമ്പോൾ, പിടിച്ചു കെട്ടുവാൻ നോക്കുമ്പോൾ അടുത്ത് പറയുന്നത് ഇങ്ങനെ 7-ാം വാക്യം: ഇപ്പോൾ ആ പുരുഷന് അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്കുക. സ്തോത്രം. അവൻ ഒരു പ്രവാചകനാകുന്നു, നീ ജീവനോടെ ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ആരാ പ്രവാചകൻ? അബ്രഹാം പ്രവാചകനായിരിക്കുന്നു എന്നുള്ള കാര്യം ആമേൻ അബീമേലെക്കിനെ സ്വർഗത്തിലെ ദൈവം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അബീമേലെക്ക് വളരെ ഭയപ്പെട്ടു. ദൈവവൈതലേ, ഒരു ശുശ്രൂഷകനെക്കുറിച്ച്, ഒരു പ്രവാചകനെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം പറയുന്ന ആദ്യത്തെ പ്രവാചകനാണ് അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് ആമേൻ വന്നിരിക്കുന്ന സകല വേദനകൾക്കും ദൈവം ആമേൻ ഇടപെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നോക്കിക്കേ, ദൈവത്തിൻ്റെ പ്രവൃത്തി
ആമേൻ ആ അബ്രഹാം ആയിരിക്കുന്ന സ്ഥലത്ത് പ്രൈസ് ദി ലോർഡ് വെളിപ്പെടുകയാണ്. അവൻ നിറയ്ക്കെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, യഹോവയായ ദൈവം തന്നെയാണ് അബ്രഹാമിനെ ഭവനത്തിൽ നിന്ന് പുറത്തിറക്കുന്നത്. സ്തോത്രം. അവൻ എന്ന 26-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 26-ാമത്തെ അധ്യായത്തിൽ അവൻ കുറച്ചുകൂടെ വ്യക്തമായി 11-ാമത്തെ വാക്യത്തിൽ വളരെ ശക്തമായി വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ അബീമേലെക്ക് ഈ പുരുഷനെയോ അവൻ്റെ ഭാര്യയെയോ അവൻ പ്രൈസ് ദി ലോർഡ് തൊടുന്നവനെ മരണശിക്ഷ ഉണ്ടാകും എന്ന് സർവ്വജനത്തോടും കൽപ്പിച്ചു. കണ്ടോ? ആമേൻ, ഹല്ലേലൂയ. അബീമേലെക്ക് പ്രൈസ് ദി ലോർഡ് വളരെ ശക്തമായി ദൈവം അബീമേലെക്കിനോട് ഇടപെടുവാൻ തുടങ്ങി കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തൊടുവാൻ കഴിയാതെ ആമേൻ മുൻകൂട്ടി വളരെ ശക്തമായി അബീമേലെക്ക് ആമേൻ അവിടെ വിളിച്ചു പറയുക, അവനെ തൊടാൻ പാടില്ല. സ്തോത്രം. അവനെ ആമേൻ സ്തോത്രം അവൻ്റെ കാര്യാദികളിൽ ഇടപെടാൻ പാടില്ല. അവൻ ആരാണ്? മരണയോഗ്യനാണ്. ഇവിടെ ഇസഹാക്കിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണുന്നത്. സ്തോത്രം. ഇസഹാക്കിനെ കുറിച്ചാണ് അവിടെ ദൂത് വിളിച്ചു പറയുന്നത്. അങ്ങനെയെങ്കിൽ നോക്കൂ, ആമേൻ ഇന്ന് പകൽക്കാലം ശുശ്രൂഷ ഉള്ള ദൈവഭക്തന്മാരെ തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അഭിഷക്തന്മാരെ എന്ത് ചെയ്യരുത്? തൊടരുത്. കണ്ടോ, ഇവിടെ കണ്ടോ, അവരെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ ജീവിതത്തിലേക്ക് പ്രൈസ് ദി ലോർഡ് ആമേൻ ഒരു വ്യക്തിയും കടത്തിവിടുവാൻ ദൈവം അനുവദിക്കാതെ ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായി ദൈവം വെളിപ്പെടുത്തി. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന അഭിഷക്തമാരെ ആമേൻ പ്രവാചകന്മാരെ ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. കാരണം കർത്താവിൻ്റെ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ സകല ഉത്തരവാദിത്വവും ദൈവത്തിന് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടങ്ങൾ മാറിപ്പോയാലും വേദപുസ്തകത്തിന് ഒരിക്കലും മാറ്റമില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും വേദപുസ്തകത്തിന് മാറ്റമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ വായിക്കുന്നത്, തൊടരുത്. ആമേൻ. തൻ്റെ പ്രവാചകനെയോ അവൻ്റെ ഭാര്യയെയോ ഒന്നും തൊടുന്നവൻ ആരെന്നറിയാമോ? മരണശിക്ഷ. സ്തോത്രം. അവൻ എന്താണ് വേണ്ടത്? മരണശിക്ഷ. അങ്ങനെയെങ്കിൽ എക്കാലത്തും ദൈവഭക്തന്മാരെ തൊടുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് സങ്കീർത്തനങ്ങൾ. ആമേൻ. എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവപൈതലേ, നമുക്ക് ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം പ്രൈസ് ദി ലോർഡ് ഇസഹാക്കിൻ്റെ യാത്രകളും ക്ഷാമങ്ങളും ക്ഷാമത്തിൻ്റെ അകത്തളങ്ങളിലും അബ്രഹാമിനോട് ചെയ്ത നിയമം തൻ്റെ മകനായ ഇസഹാക്കിനോടും ദൈവം സത്യം ചെയ്തു തന്നെയാണ് എന്നൊക്കെ ഈ അധ്യായത്തിനകത്ത് ദൈവം ആമേൻ സ്തോത്രം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആമേൻ സങ്കീർത്തനപ്രമാണിയായ ദാവീദ് ഈ അധ്യായം ആമേൻ എഴുതുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, നോക്കിക്കേ, 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും ഒക്കെ നമുക്ക് കാണുമ്പോൾ അപ്പനോട് പറഞ്ഞ അതേ സത്യം ചെയ്ത ദേശത്ത് കാരാനിൽ ദൈവം അവനെ കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശത്രുക്കൾ ആമേൻ പാർത്തിരുന്ന പട്ടണങ്ങൾ ഒക്കെ ആമേൻ സ്തോത്രം തൻ്റെ മകന് കൊടുക്കുവാൻ സ്വർഗത്തിൽ ദൈവം തയ്യാറായെങ്കിൽ ഇന്ന് പകലിൽ നഷ്ടങ്ങളുടെ നടുവിലും അപ്പുറം കടത്തിവിടുന്നൊരു ദൈവമുണ്ട്. ദൈവപൈതലേ, പ്രാർത്ഥിക്കാം. പരിശുദ്ധരായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതം അനുഗ്രഹമായി തീരട്ടെ. സർവ്വജനത്തെയും ദൈവം സഹായിക്കണം. വലിയ അത്ഭുതങ്ങളിലേക്ക് നടത്തണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.